സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മായും. മത്തായി 12:50. നമുക്കറിയാം, തെറ്റ് ശരി തമ്മിൽ നമ്മുടെ മുൻപിൽ ഒരു സംഘർഷം വന്നാൽ ഉറപ്പായും നമ്മൾ ശരി തിരഞ്ഞെടുക്കും, അല്ലേ? പക്ഷേ ശരിയും ദൈവഹിതവും തമ്മിൽ ഒരു സംഘർഷം വന്നാൽ നാം ഏത് തിരഞ്ഞെടുക്കും? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒത്തിരി തിരക്കുകൾ വരാറുണ്ട്. വചനം വായിക്കാനിരിക്കുമ്പോൾ ഒത്തിരി തിരക്കുകൾ വരാറുണ്ട്. അതൊരു സങ്കടമാണ് വരുന്നതെങ്കിൽ ഉറപ്പായും നമ്മൾ സങ്കടത്തെ ഒഴിവാക്കിയിട്ട് വചനവായോ പ്രാർത്ഥനയോ തിരഞ്ഞെടുത്തേനെ. അത് ഒരു തിന്മ ചെയ്യാനുള്ള തോന്നലായിരുന്നു, പരീക്ഷണമായിരുന്നു നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതെങ്കിൽ അപ്പോഴും ആ പ്രലോഭനങ്ങളിൽ നിന്ന്, ആ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിന്നേനെ. കാരണം നമുക്കറിയാം അത് തെറ്റാണെന്ന്, അത് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ താല്പര്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നന്മയായ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കൂടുതലായി വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നന്മ തിരഞ്ഞെടുക്കും. കാരണം അത് നന്മയാണല്ലോ, അത് സന്തോഷം ഉളവാക്കുന്നുണ്ടല്ലോ. അനേക സ്ഥലത്ത് അതൊരു വർധനവ്, വളർച്ച രൂപപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നും. ഈശോ പറയുകയാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, ഈശോ എപ്പോഴും പിതാവിന്റെ ഇഷ്ടമാണ് നിറവേറ്റിയത്. നന്മയുടെ പുറകെയല്ല ഈശോ പോയത്, പിതാവിന്റെ ഇഷ്ടമാണ് അവൻ ചെയ്തിട്ടുള്ളത്. കാരണം ഈശോ പറയുകയാണ്, ചെയ്യേണ്ടിയ നന്മ അല്ലെങ്കിൽ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ തിന്മ ചെയ്യുന്നു. കാരണം ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് നന്മയും ദൈവഹിതവും തമ്മിൽ നമ്മുടെ മുൻപിൽ ഒരു സംഘർഷം, ഒരു സംശയം ഉണ്ടാകുമ്പോൾ ദൈവഹിതമാണ് അന്നേരത്തെ നന്മ എന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ അത് ഒഴിവാക്കി അല്ലാത്ത കാര്യത്തിന്റെ പുറകെ പോകുമ്പോൾ ഫലത്തിൽ അത് തിന്മ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവഹിതം അല്ലെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ഏറ്റവും കൂടുതൽ നിറവേറ്റാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവഹിതത്തെ കുറിച്ചുള്ള പരിപൂർണമായ ജ്ഞാനം മൂലം നമ്മൾ വളർച്ച പ്രാപിക്കണമെന്ന് പൗലോസ് ശ്ലീഹ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവഹിതത്തെ കുറിച്ച് നമുക്കെപ്പോഴും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പൂർണ്ണരായി ഈശോയുടെ അമ്മയും സഹോദരങ്ങളുമാകാൻ നമുക്ക് ഇടയാകട്ടെ.